Good afternoon. So, in the class, we will start. Yeah, correct. Very well. Okay, നമ്മുടെ 3 lesson complete ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് 3 lesson പഠിക്കണം കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നല്ലപോലെ വായിക്കണേ. ടെക്സ്റ്റ് ബുക്ക് അതുപോലെ ആൻസേഴ്സും ഒക്കെ പഠിക്കണം. അപ്പോൾ എല്ലാവരും ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ എഴുതിയില്ലേ? മൂന്നാമത്തെ ലെസന്റെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവരും എഴുതിയോ? നോക്കട്ടെ എത്ര പേര് എഴുതി? ജൂലിയറ്റിന് കിട്ടിയില്ല മൂന്നാമത്തെ? എയ്മി എഴുതി, സിദ്ധാന്ത് എഴുതി. ജൂലിയറ്റ് കിട്ടിയില്ലേ മോളെ? എന്ത് പറ്റി? ജൂലിയറ്റ് അൺമ്യൂട്ട് ചെയ്തോ? എന്നിട്ട് പറഞ്ഞേ. നോട്ട് കിട്ടിയില്ല? ഞാൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്ത് വരുന്നല്ലോ. കിട്ടിയില്ലേ മക്കളെ? ബെനീറ്റ എഴുതിയിട്ടുണ്ടാവും കേട്ടോ. മൂന്നാമത്തെ പാഠത്തിന്റെ എഴുതിയിട്ടുണ്ടാവും നമ്മളെല്ലാവരും. അപ്പൊ എല്ലാവരും നല്ലപോലെ വായിച്ചു പഠിക്കണേ. അപ്പൊ നമ്മള് മൂന്നാമത്തെ പാഠത്തിന്റെ എവിടെ എത്തി? വർക്ക് ചെയ്തിട്ട് ലാസ്റ്റ് എത്തി അല്ലേ? മൂന്നാമത്തെ. All of you take your textbook. അപ്പൊ നമ്മൾ ഇവിടെ എത്തി. ഈ പിരിച്ചെഴുതുക അല്ലെ? ആറാമത്തെ പിരിച്ചെഴുതുക വരെ നമ്മൾ എത്തി. പിരിച്ചെഴുതുക അല്ലെ? എന്നാ മാതൃക വന്നിട്ടുണ്ട്. നീ അന്തിയിൽ, നീ പ്ലസ് അന്തിയിൽ. ടെക്സ്റ്റ് എടുത്തില്ലേ എല്ലാവരും? ലിസൺ ശ്രദ്ധിക്കട്ടോ. അപ്പൊ മാതൃക എന്താ? ആറാമത്തെ കണ്ടോ? പേജ് നമ്പർ 16 ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പൊ മാതൃക എന്താ? നീ അന്തിയിൽ, നീ പ്ലസ് അന്തിയിൽ അല്ലേ? നെക്സ്റ്റ് എന്താ? എന്ത് ബെനീറ്റ? അൺമ്യൂട്ട് ചെയ്തോ. മാതൃക എഴുതുക എന്നുള്ളതല്ലേ? ഏത്? ഇത്. ഇത് പറഞ്ഞില്ലേ? മാതൃക പോലെ മിസ് പറഞ്ഞു വരുന്നല്ലോ. ഒന്നുകൂടി പറയാട്ടോ. അപ്പൊ ആദ്യം മുതൽ പറയാ. പഠന പ്രവർത്തനങ്ങളില് എല്ലാരും ശ്രദ്ധിച്ചോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് കൂടി വേണ്ടി ഒന്നുകൂടി പറയാം. അപ്പൊ പദം പരിചയപ്പെടാനാണ് ആദ്യത്തത്. അന്തി. എന്താ അർത്ഥം പറഞ്ഞ? അന്തി സന്ധ്യ. അന്തി സന്ധ്യ അല്ലെ? അന്തി സന്ധ്യ. തൂമലർ നല്ല പൂവ്. തൂമലർ നല്ല പൂവ് അല്ലെ? നെക്സ്റ്റ് നമ്മൾ എന്താ പറഞ്ഞേ? പുണരുക. എന്താ പുണരുക അർത്ഥം? പുണരുക കെട്ടിപ്പിടിക്കുക. മാറോടണയ്ക്കുക. നെഞ്ചോട് ചേർക്കുക. മിഴി. മിഴി എന്താ പറഞ്ഞത് അർത്ഥം? കണ്ണ്. മിഴി കണ്ണ്. നെക്സ്റ്റ് മുഖരമാക്കുക. എന്താ മുഖരമാക്കുക? ശബ്ദമുണ്ടാക്കുക. മുഖരമാക്കുക ശബ്ദമുണ്ടാക്കുക. കുറെ കുട്ടികൾ മുഖരമാക്കുക. കേൾക്കുന്നില്ലേ കുട്ടികളെ? നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ മക്കളെ? മുഖരമാക്കുക ശബ്ദമുണ്ടാക്കുക. എഴുതിയല്ലേ നമ്മള് ടെക്സ്റ്റില്? എഴുതാത്ത കുട്ടികളുണ്ടെങ്കിൽ അത് എഴുതണം കേട്ടോ പെൻസിലുകൊണ്ട്. മുഖരമാക്കുക ശബ്ദമുണ്ടാക്കുക. മുഖാംബുജം. എന്താ മുഖാംബുജാർത്ഥം? മുഖമാകുന്ന താമര അല്ലേ? മുഖാംബുജം. നെക്സ്റ്റ് വാടി. വാടി എന്താ അർത്ഥം? വാടി. വാടി
പൂന്തോട്ടം അല്ലെ, അല്ലെങ്കിൽ ഉദ്യാനം. പിന്നെന്താ രണ്ടാമത്തെ എന്താ? ഉത്തരം കണ്ടെത്തുക അല്ലെ. 14-ാമത്തെ പേജ് ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ജുവൽ കണ്ടോ മക്കളെ? 14 പേജ് നമ്പർ. അപ്പോ ഉത്തരം കണ്ടെത്തുക എന്നാണ്. കവിതയിലെ അമ്മ ആരോടാണ് സംസാരിക്കുന്നത്? ആരോടാണ് സംസാരിക്കുന്നത് കവിതയിലെ അമ്മ? തന്റെ കുട്ടിയോടാണ് കവിതയിലെ അമ്മ തന്റെ കുട്ടിയോടാണ് കവിതയിലെ അമ്മ സംസാരിക്കുന്നത് അല്ലെ. ഓമനയുണ്ണി വാടിയും വീടും മുഖരമാക്കിയത് എങ്ങനെ? ഓമനയുണ്ണി വാടി ഉദ്യാനവും വീടും മനോഹരമാക്കിയത് എങ്ങനെ? മുഖരമാക്കിയത് എങ്ങനെയാ? ആടിയും പാടിയും ചാടിയും ഓടിയുമാണ് ഓമനയുണ്ണി വാടിയും വീടും മുഖരമാക്കിയത് അല്ലെ. ഒച്ചയനൊക്കെ ഉണ്ടാക്കിയത് അങ്ങനെയൊക്കെയാണ് അല്ലെ. നെക്സ്റ്റ്, അന്തിയിൽ തന്നെ തേടിയെത്തിയ കുഞ്ഞിനെ അമ്മ നൽകിയത്. അന്തിയിൽ തന്നെ തേടിയെത്തിയ കുഞ്ഞിനെ അമ്മ നൽകിയത്. എന്താ നൽകിയനെ അമ്മ? വാടി ഉയർത്ത മുഖമായി വന്നപ്പോൾ അന്തിയില് കവിളത്തെ ഉമ്മ കൊടുത്തു അല്ലെ, പിഞ്ചുമ്മ. ഓക്കെ, കവിളത്തെ പിഞ്ചുമ്മയാണ് നൽകിയത്. നെക്സ്റ്റ് 4th ക്വസ്റ്റ്യൻ എന്താണ്? തൂമലർ തേൻ കുഴമ്പായി അമ്മ കാണുന്നത് ആരെയാ? തൂമലർ തേൻകുഴമ്പ് തങ്കത്തിനെയാണ് അല്ലെ, കുട്ടിയെയാണ് അമ്മ തൂമലർ തേൻകുഴമ്പായി കാണുന്നത്. നെക്സ്റ്റ്, വാക്കുകൾ കണ്ടെത്തി എഴുതുക അല്ലെ. വാക്കുകൾ കണ്ടെത്തി എഴുതുക. കുഞ്ഞിനെ സൂചിപ്പിക്കാൻ അമ്മ ഉപയോഗിക്കുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതുക. കുഞ്ഞിനെ സൂചിപ്പിക്കാൻ അമ്മ ഉപയോഗിക്കുന്ന വാക്കുകൾ കണ്ടെത്തി എഴുതുക. എന്താണ് ഉദാഹരണം? എന്താ കൊടുത്തത്? കണ്ണിലുണ്ണി കൊടുത്തിട്ടുണ്ട് അല്ലെ. ഈ കവിതയിൽ എന്തൊക്കെയാണുള്ളത്? ആരോമൽ പൈതൽ, പിന്നെയോ ഓമനെ, തൂമലർ തേൻകുഴമ്പ് അല്ലെ, തങ്കം. ഓക്കെ, അങ്ങനെ ഒരുപാടുണ്ട് അല്ലെ. അപ്പൊ തൊട്ടപ്പുറത്തായിട്ട് എഴുതണം ആരോമൽ പൈതലെ, ഓമനെ, പിന്നെയോ തങ്കം അല്ലെ. ഇതൊക്കെയല്ലേ നമ്മൾ കുട്ടീനെ വിശേഷിപ്പിക്കുന്ന അമ്മ. കുട്ടീനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കവിതയിൽ സൂചിപ്പിക്കുന്ന വാക്കുകൾ ഇതൊക്കെയാണ് അല്ലെ, ഉപയോഗിക്കുന്ന വാക്കുകൾ. അപ്പൊ അത് എഴുതിയോ എല്ലാവരും? എഴുതിയിട്ടുണ്ട് അല്ലെ എല്ലാവരും? ഓക്കെ, എല്ലാ മക്കളും എഴുതിയിട്ടുണ്ടല്ലോ ടെക്സ്റ്റില്. ഇനി 4th ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെ ഒന്ന് കൈ കാണിച്ച മിസ്സിന് സമാധാനമായി, കാരണം നിങ്ങൾ കണ്ടു എഴുതുന്നുണ്ട് എന്നുള്ളൊരു ഇതാവും. നെക്സ്റ്റ്, വിവരണം തയ്യാറാക്കുകയാണ് അല്ലെ. നിങ്ങൾ വിവരണം തയ്യാറാക്കിയിട്ടുണ്ടോ? മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? ചോദിക്കാൻ വിട്ടുപോയി വന്നാട്. എന്താ? ആടിയും പാടിയും ചാടിയും ഓടിയും വാടിയും വീടും മുഖരമാക്കി. കുട്ടി വീടും വാടിയും മുഖരമാക്കിയത് എങ്ങനെ? വരികളിലെ സൂചനകൾ വെച്ച് കുട്ടിയുടെ കുസൃതിയെ കുറിച്ച് 4ഓ 5ഓ വാക്യങ്ങളിൽ ഒരു വിവരണം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആരെങ്കിലും തയ്യാറാക്കിയിരുന്നോ? യെസ്, നിഹാര. നെക്സ്റ്റ് ആരെങ്കിലും തയ്യാറാക്കിയോ? ആരുമില്ല? അപ്പൊ നിഹാര ഒന്നത് വായിച്ചേ മോളെ. നിഹാര, പ്ലീസ് അൺമ്യൂട്ട്. ആയി, വായിച്ചു. ഒന്ന് വായിച്ചേ മോളെ എഴുതിയത്. ചകിരി തരാം വാവ. കുരുവി ചകിരി തരാം വാവ കൂട്ടിനകത്താക്കാം. അത് ലാസ്റ്റ്. തേനും
ഓക്കെ, അതല്ലാതെ ഫോർത്ത്, അതായത് 15 പേജ് നമ്പർ 15 നാലാമത്തെ വിവരണം തയ്യാറാക്കുക എന്ന് മറ്റൊരു വർക്കില്ലേ മോളെ? ആടിയും പാടിയും ചാടിയും ഓടിയും വാടിയും വീടും മുഖരമാക്കി എന്നുള്ളത്. അത് ചെയ്തിട്ടുണ്ടോ? നോ അല്ലെ? നമ്മള് ഇപ്പൊ വായിക്കുന്നത് മനസ്സിലായില്ലേ നിങ്ങക്ക്? മിസ് ഇപ്പൊ വായിക്കുന്നത് ഏതാ? പേജ് നമ്പർ 15 നാലാമത്തത് അല്ലേ? ഓക്കെ, അപ്പൊ ആരും ചെയ്തില്ല അല്ലെ? ആരും ചെയ്തില്ല. അപ്പൊ നിഹാര അതൊന്ന് വായിച്ച്. നിഹാര, അത് നമ്മളെ ലാസ്റ്റ് അല്ലേ? 7ാമത്തെ വർക്കല്ലേ അത്? അതെ, വരികൾ പൂർത്തിയാക്കുക. എന്നാ എങ്ങനെയാ വായിച്ചൊന്ന് മോള് വായിച്ചത്? സൂപ്പർ ആയിട്ടുണ്ടത്. ആ, ചകിരി തരാം, വാവ കൂട്ടിനകത്താക്കാം, തേനും വയമ്പും തരാം. തേനും വയമ്പും ഞാൻ നൽകാം അല്ലേ? തേനും വയമ്പും പോരെങ്കിൽ അടുത്ത എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ അല്ലേ? ചോറും കറിയും തരാം. ചോറും കറിയും ഞാൻ നൽകാം അല്ലേ? ഓക്കെ, അത് നല്ലതായിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി അതേതാണെന്നേ? 16 7ാമത്തെ വരികൾ പൂർത്തിയാകാം. പേജ് നമ്പർ 16 കണ്ടോ? എന്ത്? ചുവന്ന നിറത്തിലുള്ള വാക്കുകൾക്ക് പകരം പദം ചേർത്ത് വരികൾ പൂർത്തിയാക്കുവാനുണ്ട്. അതായത് ചുവന്ന നിറത്തിലുള്ള വരികൾ കണ്ടോ? പ്രാവേ പ്രാവേ, അതിന് പകരമാണ് കുരുവി കുരുവി എന്ന് പറഞ്ഞത് അല്ലേ? വാവാ കൂട്ടിനകത്താക്കാം, തേനും വയമ്പും അല്ലെ? തേനും വയമ്പും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. ചോറും കറിയും കൂടെ ഒന്ന് മാറ്റണമായിരുന്നു. അത് റെഡിലല്ലേ ഉള്ളത്? വേറെ എന്തെങ്കിലും നിങ്ങളെ യുക്തിക്കനുസരിച്ച് അവിടെ ചേർക്കാം കേട്ടോ. ജെവിൻ ജേക്കബ് ഇവിടെ. ജെവിൻ ഓക്കെ, എന്താ ജെവിൻ? ജെവിന് നിങ്ങൾ പറയണ്ടോ? പ്ലീസ് അൺമ്യൂട്ട്. ജെവിൻ എഴുതിയിട്ടുണ്ടോ? അത് ഒന്നുമില്ല. ജെവിൻ എഴുതിയിട്ടില്ലല്ലോ? ഇല്ല. ഓക്കെ, അപ്പോ മനസ്സിലായോ? അതെ, ആ 7ാമത്തത് നിഹാര എഴുതിയത് നന്നായിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ഒരു ഭാവനയിൽ എന്തെങ്കിലും എഴുതാൻ പറ്റുമോ അങ്ങനെ? പ്രാവേ പ്രാവേ പോകരുത്, വാവാ കൂട്ടിനകത്താക്കാം, പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാമെന്നാണ് 7ാമത്തെ അല്ലേ? അതിലെന്താ പറഞ്ഞത്? റെഡ് നിറത്തിലുള്ളത്, അതായത് ചുവന്ന നിറത്തിലുള്ള വാക്കുകൾക്ക് പകരം പദം ചേർത്ത് വരികൾ കൊടുക്കുക. താഴെ കുരുവി അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെങ്കിൽ ഒന്ന് എഴുതി നോക്കണം കേട്ടോ. നിഹാര അത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ എഴുതിയത്. നെക്സ്റ്റ്, അപ്പൊ ഈ ആടിയും പാടിയും ചാടിയും ഓടിയും വാടിയും വീടും മുഖരമാക്കി, കുട്ടി വീടും വാടിയും മുഖരമാക്കി എങ്ങനെയൊക്കെയാ? നിങ്ങൾ വീട്ടിൽ എന്തൊക്കെ ചെയ്യാറുണ്ട് അതൊക്കെ എഴുതിയാ മതി. ഓക്കെ, അപ്പൊ അതായില്ലേ? അന്നേരം വരികളിലെ സൂചനകൾ വെച്ച് കുട്ടിയുടെ കുസൃതി നിങ്ങൾ കുസൃതി കളിക്കാറില്ലേ? അതൊക്കെ വെച്ചാണ് അത് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ തന്നെ ഒരു 3-4 ലൈനിൽ നിങ്ങൾ ചെയ്യണം കേട്ടോ, അത് സ്വന്തമായിട്ട്. നെക്സ്റ്റ് മാതൃക പോലെ, 5ാമത്തത് മാതൃക പോലെ മാറ്റി എഴുതുക അല്ലെ? മാതൃക എന്നാ തന്നത്? പൈതലേ. എന്താ? പൈതൽ അല്ലെ? പൈതലേ പൈതൽ. നെക്സ്റ്റ്, ഓമനെ എന്താ വരുക നേരം? ഓമനെ എന്താ വരുക? ജോയൽ എന്താ വരുക? അത് ഓമനെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുമാണ്. ജോയൽ, ആരാധ്യ അറിയോ? ആരാധ്യ പ്ലീസ് അൺമ്യൂട്ട്. അറിയില്ല, എങ്ങനെയാന്നറിയോ? പൈതലേ പൈതൽ. അപ്പൊ ഓമനെ ഓമൽ അല്ലേ? ഏഞ്ചൽ ഇവിടെ പറഞ്ഞു. ഓമലേ ഓമൽ അല്ലേ? അടുത്ത എന്താ? കുഞ്ഞേ. കുഞ്ഞേ എങ്ങനെയാ പറയുക? ഏഞ്ചൽ റോസ്. കുഞ്ഞേ കുഞ്ഞേ എന്ത്? കുഞ്ഞോക്കെ കറക്റ്റ്.
കുഞ്ഞ് അല്ലേ? നെക്സ്റ്റ് എന്താ? ഏമി പറഞ്ഞോ. മകനെ. നെക്സ്റ്റ് ഏമി. എന്തേ ഏഞ്ചൽ? മകൻ. മകനെ മകൻ. ഓക്കെ. മകനെ മകൻ. ഓക്കെ മകൻ. ഇനി അതിന്റെ താഴെ എന്താ? മാതൃക തന്നിട്ടുണ്ട്. കുമാര, കുമാരൻ. അമ്മാവ എന്താ വരുക? അമ്മാവൻ. അമ്മാവൻ. ഓക്കെ അമ്മാവ എന്നുള്ളത് അമ്മാവൻ. നെക്സ്റ്റ് കൂട്ടുകാര, കൂട്ടുകാരൻ അല്ലേ? ഓക്കെ കൂട്ടുകാരൻ. നെക്സ്റ്റ് അച്ഛ, അച്ഛൻ. അച്ഛൻ. ഓക്കെ. നെക്സ്റ്റ് അടുത്തതിന് കണ്ടോ താഴെ മാതൃക. കുമാരി, കുമാരി ചുരുക്കുവള്ളി അല്ലേ? നെക്സ്റ്റ് അതുപോലെ അമ്മായി എന്നുള്ളത് അമ്മായി. കൂട്ടുകാരി, കൂട്ടുകാരി. ചേച്ചി, ചേച്ചി അല്ലേ? ഇതെന്താ ഏമിയുടെ അടുത്തൊരു കളിപ്പാട്ടൊക്കെ കാണുന്നിപ്പം? ഇടക്കിടക്ക് കളിപ്പാട്ടം മാറി മാറി വരുന്നുണ്ട്. എന്താ അറിയലോ കൈയൊക്കെ പൊന്തിച്ചിട്ട്. അപ്പൊ അതൊക്കെ ആയില്ലേ? ഓമനെ, ഓമൽ. ഓമൽ പൈതലേ പറയില്ലേ നമ്മള്? ഓമൽ. ഓമനാണ് എഴുതണ്ട, ഓമൽ എന്നാണ് നല്ലത്. യെസ്. കുഞ്ഞ്, കുഞ്ഞ്. കുഞ്ഞെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് കുഞ്ഞ്. അമ്മായിയാ? ആ ചുരുക്ക് വേണ്ട, ചുരുക്ക് വള്ളി വേണ്ട, അത്രേ ഉള്ളൂ അതില്. എല്ലാറ്റിനും ആ ദീർഘമില്ല വള്ളി വേണ്ട, സിമ്പിള്. ചെറുത് അമ്മായി, കുമാരി, കുമാരി. ചേച്ചി, ചേച്ചി. ഓക്കെ. നെക്സ്റ്റ് 6 അല്ലേ? 6 എന്താ? പിരിച്ചെഴുതുക, പിരിച്ചെഴുതുക അല്ലേ? അതാണ് നമ്മളിപ്പോ പറഞ്ഞത്. നീ അന്തിയിൽ, നീ പ്ലസ് അന്തിയിൽ. നെക്സ്റ്റോ നീ ഇറങ്ങുക. എങ്ങനെയാ വരുക? എങ്ങനെയാ വരുക റിലു? നീ പ്ലസ് ഇറങ്ങുക. നീ പ്ലസ് ഇറങ്ങുക അല്ലെ? ഈ വേണം അല്ലേ? ഓക്കെ, ഈ വേണം. നെക്സ്റ്റോ ഗ്രൂപ്പിലിട്ട് തരൂ. ഇതിട്ട് തരണോ പിരിച്ചെഴുതുന്നത്? ഓക്കെ, നിങ്ങൾ ഇപ്പൊ എഴുതുന്നില്ല അല്ലേ അത്? ഓക്കെ, കുഴപ്പമില്ല, ഞാൻ ഇട്ടരാം. അപ്പൊ എങ്ങനെയാ? നീ ഇറങ്ങുക എന്നുള്ളത് നീ ഇറങ്ങുക ഈ വേണം. നെക്സ്റ്റ് നീ ഉറങ്ങുക എന്ന് വേണം. നീ പ്ലസ് ഉറങ്ങുക ഉ. ഉ. നെക്സ്റ്റ് എന്താ? നീ എവിടെ? നീ പ്ലസ് എവിടെ എ. നെക്സ്റ്റ് നീ ഒരുങ്ങുക എന്നുള്ള എന്ത് വരും? നീ പ്ലസ് ഒരുങ്ങുക ഓ അല്ലേ? ഒരുമാനെഴുതുന്ന ഓ, ഒരുങ്ങുന്നെഴുതുന്ന ഓ എഴുതണം. നീ പ്ലസ് ഒരുങ്ങുക. യോ പോയിട്ട് എന്താവും? ഓ ആവും കേട്ടോ. പിന്നെ വരികൾ പൂർത്തിയാക്കാം. അതിപ്പം നിഹാര പാടിയതുപോലെ നിങ്ങളും നിങ്ങളെ ഇതിൽ ചെയ്യണം. എന്ത്? പ്രാവേ പ്രാവേ എന്നുള്ളത് കുരുവിയോ കിളിയോ ഒക്കെ ചേർത്തിട്ട് നല്ല രീതിയിൽ എഴുതണം. നെക്സ്റ്റ് എന്താ? പിന്നെ വാവാ കൂട്ടിനകത്താക്കാൻ എഴുതുക. പിന്നെ പാലും പഴവും എന്നെടുത്തും ചോറും കറിയും, തേനും വയമ്പോ പായസവും ചോറും എന്തെങ്കിലും ആക്കിക്കും നിങ്ങളുടെ ഇഷ്ടത്തിന്. ചോറും കറിയും ഞാൻ നൽകാം എന്നുള്ളത്. നെക്സ്റ്റ് എന്താ? 8ാമത്തെ എന്താ? ഇരേമ്യൻ തമ്പിയുടെ ഒരു കവിതയാണ്. ഏതാ? ഒരു ആരാട്ട് പാട്ടിലെ പഠിച്ചത് അല്ലേ? നമ്മൾ ഇന്ന് ഈ കഴിഞ്ഞ 3ാമത്തെ പാട്ട് ഏതാ? ഓമനെ നീ ഇറങ്ങ്. ഒരു താരാട്ട് പാട്ടാണ് അല്ലെ? കുഞ്ഞിനെ ഉറക്കുന്ന പാട്ട്. അതുപോലത്തെ ഒരു പാട്ടാണ് ഏത്? ഇരേമ്യൻ തമ്പിയുടെ ഓമന തിങ്കൾ കിടാവോ എന്നുള്ള പാട്ട്. അതിലത്തെ വരികളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓമന തിങ്കൾ കിടാവോ നല്ല ഓമള താമരപ്പൂവോ പൂവിൽ നിറഞ്ഞ മധുവോ പരി
പൂർണേന്ദു തന്റെ നിലാവോ പുത്തൻ പവിഴക്കൊടിയോ ചെറു തത്തകൾ കൊഞ്ചും മൊഴിയോ ചാഞ്ചാടിയാടും മയിലോ മൃദു പഞ്ചമം പാടും കുയിലോ. നല്ല പാട്ടല്ലേ? താരാട്ട് പാട്ട് അല്ലേ? ഓമന തിങ്കൾ കിടാവോ എന്ന ഇരേമൻ തമ്പിയുടെ പാട്ടാണ് അല്ലേ ഇപ്പൊ നമ്മള് കണ്ടത്. അതേ ടൈപ്പിലുള്ള ഒരു പാട്ടായിരുന്നു നമ്മള് ഈ മൂന്നാമത്തെ ലെസൺ. എന്ത്? ഓമനെ നീ ഉറങ്ങ് എന്ന പാട്ട് അല്ലേ? ഇത് കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പേ? അമ്മമാർ താരാട്ട് പാടി ഉറക്കുന്നുണ്ടോ? ഓമന തിങ്കൾ കിടാവോ എന്നല്ലാന്ന് പാടിയിട്ട് ഉണ്ടോ? ആർക്കെങ്കിലും അമ്മ ഇത് പാട്ട് പാടി തന്നിട്ടുണ്ടോ ഉറങ്ങാൻ ചെറുപ്പത്തില്? ഇല്ലറിയൂ. കഷ്ടായിപ്പോയി. ആ ഉമ്മയോട് പറയണ്ടേ എല്ലാണ് താരാട്ട് പാടി. എങ്കിലും കുഞ്ഞുമാമേനെങ്കിലും ആ പാടി ഉറക്കാൻ പറയണേ കേട്ടോ. ഓക്കെ? അല്ലെങ്കിൽ നീ പാടണം. അത് എന്താ പറയാ, ഇപ്പൊ അടിപൊളി പാട്ടായിരിക്കുമല്ലോ. രസിക്കാമെന്നാ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പാടിയ എല്ലാവരും. എങ്ങനെ താരാട്ട് പാട്ട് പാടണ്ടേ നിങ്ങൾ അറിയണ്ടേ? നിങ്ങൾ മൂന്നാമത്തെ പാഠത്തിന്റെ പാട്ട് ആരും പാടിയിട്ടില്ല? ആരൊക്കെയാ ഇന്ന് പാടുന്നേ? ഓമനെ നീ ഉറങ്ങ്. ആരൊക്കെ പാടി? ആരാധ്യ പാടുന്നോ? ആരാ പറഞ്ഞതിപ്പോ? എന്നാ ആരാധ്യ പ്രജിത്ത് പാടിയേ. ആരാധ്യ അൺമ്യൂട്ട് ചെയ്ത് പാടിയ മോളെ. എല്ലാരും പാട്ട് പാടീനെ നോക്കട്ടെ ഞാനത്. പാടിയിരുന്നോ? പാട്ട് പാടി പഠിച്ചോ? ആരാധ്യ പാട്. അറിയോ? ടെക്സ്റ്റ് ഉണ്ടോ മോക്ക്? ഇല്ല ടീച്ചർ, ടെസ്റ്റ് മേടിച്ചിട്ടില്ല മലയാളത്തിന്റെ. ഇല്ല അല്ലേ? ഓക്കെ, അപ്പൊ നോട്ട് കംപ്ലീറ്റ് ആക്കിയിരുന്നോ മോള്? യെസ്. പഠിക്കണതേ. ടെക്സ്റ്റില്ല നോട്ടും ഇല്ലാതിരിക്കരുത് കേട്ടോ. നോട്ട് കംപ്ലീറ്റ് ആക്കി അത് പഠിക്കണേ. നെക്സ്റ്റ് ഇവിടെ സന കൈപൊക്കിയിട്ടുണ്ടായിരുന്നു. സന ഇവിടെ പോയി. സന മനസ്സൂറ. സന പ്ലീസ് അൺമ്യൂട്ട്. സന. ഓമനെ നീയുറങ്ങൻ വണ്ടിനത്തോടൻ തങ്കം മോടിയും പാടിയും വീടും മുഖാംബുജത്തോടൻ എൻ കണ്ണിലുണ്ണി ആരോമൽ പൈതലേ ഞാനെത്ര നിന്നെ മാറോ പ്രണയിച്ചു ഉണർന്നു നിന്നു ഓമനെ നീയുറങ്ങൻ മിഴി വണ്ടിനത്തോടെ തൂമല ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ടേ. നെക്സ്റ്റ് അലൻ മാത്യു. ഓമനെ നീയുറങ്ങൻ മിഴി വണ്ടിനത്തുമലത്തേൻ കുഴമ്പന്റെ തങ്കം ആടിയും പാടിയും ചാടിയും ഓടിയും വാടിയും വീടും മുഖരമാക്കി വാടി വിയർത്ത മുഖാംബുജത്തോടെന്നെ തേടി നീ അന്തിയിൽ വന്ന നേരം നിൻ കവിൾ തകട്ടിങ്കൽ
പിഞ്ചുമ്മ എൻ കണ്ണിലുണ്ണി ഞാൻ എത്ര വെച്ചു ആരോമൽ പൈതലെ ഞാൻ എത്ര നിന്നെ മാറോടച്ചു പുലർന്നു നിന്നു ഓമനെ നീ ഉറങ്ങെന്നിരി വന്നകുളം എന്റെ തങ്കം. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ആരാ? ഇവിടെ കൊറേ പേര് കൈകൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. ഞാൻ എന്ന് പറഞ്ഞ ആരാ? ഞാൻ എന്ന് പറഞ്ഞപ്പോ ആരാ പറഞ്ഞെടുത്തേ? കൈ നല്ല പോലെ പൊക്കിയേ. ഐസ്. ഓക്കെ. ഐസ്. ഓമനെ നീയുറങ്ങ്, ഓമനെ നീയുറങ്ങ്, നീ വണ്ടിനത്തു മല തേൻ കുഴമ്പന്റെ തങ്കം. ആടിയും പാടിയും ചാടിയും ഓടിയും പാടിയും വീടും മുഖരമാക്കി വാടി വിയർത്ത മുഖത്തോടന്നെ തേടി നീ അന്തിയിൽ വന്ന നേരം. നിൻ കവിൾ തങ്കത്തകട്ടിങ്കൾ പിഞ്ചുമ്മയൻ കണ്ണിലുണ്ണി ഞാൻ എത്ര വെച്ചു ആരോമൽ പൈതലേ ഞാൻ എത്ര നിന്നെ മാരോടണച്ചു ഉണർന്നു നിന്നു ഓമനെ വണ്ടിണ ഓമനെ കുഴമ്പന്റെ തങ്കം. ഓക്കെ, സൂപ്പറായിട്ട് എല്ലാരും വായിച്ചു പഠിച്ചിട്ടുണ്ടല്ലേ? നല്ല മക്കളെ. നെക്സ്റ്റ് ആരാ? ഇവിടെ സെന്ന എലിസബത്ത്. ഓക്കെ, പാടിക്കോ. സെന്ന പാടിക്കോ. വേഗം, നമ്മുടെ സമയം തീരാറായി. വിവരണം ഞാൻ എഴുതിയിട്ടുണ്ട്. എന്നാ വായിക്ക്. എഴുതിയത് വായിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. വിവരണം തയ്യാറാക്കുക. അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനോടുള്ള നിഷ്കളങ്കമായ സ്നേഹം പ്രതിപാദിക്കുന്നതാണ് ഓമന നീ. You unmute ആയി മോളെ, പ്ലീസ് അൺമ്യൂട്ട്. മ്യൂട്ടായി, മ്യൂട്ട്. എല്ലാ വായിച്ചോ. ആദ്യം മുതലൊന്ന് വായിക്കും. വായിച്ചോ. റേഞ്ച് പ്രോബ്ലം ആയിരുന്നു. ശരിയായി. അമ്മയ്ക്ക് തന്റെ നിഷ്കളങ്കമായ സ്നേഹം പ്രതിപാദിക്കുന്നതാണ് ഓമന നീയുറങ്ങ് എന്ന താരാട്ടുപാട്ട് ഇതിൽ കുട്ടിയുടെ കുസൃതികളെ കുറിച്ച് കവി വർണ്ണിച്ചിട്ടുണ്ട്. കുട്ടി വീട്ടിലും വാടിയും നടന്നു. അതുപോലെ തന്നെ കളിച്ചു ചാടി നടന്നു. കൊച്ചു കൊച്ചു കുസൃതികളെ ചെയ്തു നടന്നു. ചുരുക്കത്തിൽ കുട്ടിയുടെ ഈ കുസൃതികളാണ് വീടിനെയും പരിസരത്തെയും ശബ്ദം മുഖരമാക്കിയത്. കുട്ടി ചെറിയ കുസൃതികൾ പോലും കവി തന്റെ വർണ്ണനയിൽ കുട്ടിയുടെ നിഷ്കളങ്കമായി എടുത്തു കാണിക്കുന്നു. ഓക്കെ, സൂപ്പർ. ഇപ്പൊ മനസ്സിലായോ എല്ലാവർക്കും എങ്ങനെയാ എഴുതേണ്ടത് വിവരണം? അതുപോലെ എഴുതണം കേട്ടോ എല്ലാവരും. ഓക്കെ, നന്നായിട്ടുണ്ട് മോളെ. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം ഏകദേശം കഴിയാറായി. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും ചോദിക്കാൻ? അൺമ്യൂട്ട് ചെയ്യണോ ആരെങ്കിലും? ആർക്കില്ലല്ലോ. അപ്പൊ എല്ലാവരും നല്ലപോലെ പഠിക്കുക. എന്താണ് അറിയില്ലു? എന്തറിയില്ലു? എന്നാ ചൊല്ലു വേഗം. മലർത്തേൻ കുഴമ്പൻ തങ്കം ആടിയും പാടിയും ചാടിയും മോടിയും പാടിയും വീടും മുഖരമാക്കി അന്തിയിൽ വന്ന നേരം തങ്കത്തിലെ പിഞ്ചുമ്മ ഞാൻ എത്ര വെച്ചു ആരോമൽ പൈതലേ ഞാൻ എത്ര
ഓമനെ നീ ഉറങ്ങൽ മിഴിവണ്ടിനർപ്പൂമല തേൻകുഴമ്പന്റെ തങ്കം. ഓക്കേ, എല്ലാ മക്കളും പാടി പഠിച്ചിട്ടുണ്ടല്ലേ. നെക്സ്റ്റ് ആരാന്നേ? ഒരാളും കൂടെ വേഗം പഠിക്കും. ജെവിൻ. ജെവിൻ പാടുന്നില്ലേ? പഠിക്കും. ഓമനെ നീ ഉറങ്ങൻ മിഴിവണ്ടിനർപ്പൂമല തേൻകുഴമ്പന്റെ തങ്കം. ആടിയും പാടിയും ചാടിയും ഓടിയും വാടിയും വീടും മുഖമാക്കി വാടി വിയർത്ത മുഖാംബുജത്തോടനെ തേടി നീ അന്തിയിൽ വന്ന നേരം കവിൾ തങ്കത്തിൽ പിഞ്ചുമ ഞാൻ കണ്ണിലുണ്ണി ഞാൻ എത്ര വെച്ചു. ആരോമൽ പൈതലെ ഞാൻ എത്ര നിന്നെ മാറോടണച്ചു പുണർന്നു ഈ വണ്ടിട തൂമലർ തേൻകുഴമ്പന്റെ തങ്കം. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈം ഏകദേശം കഴിയാറായേ. നിഹാരക്കും പാടണോ? വേഗം പാടണോ? ഇപ്പം കഴിയാറോ? നിഹാര പ്ലീസ് അൺമ്യൂട്ട്. പഠിക്കും. ഓമനെ നീ ഉറങ്ങൻ മിഴിവണ്ടിനത്തു മലർത്തൻ കുഴമ്പന്റെ തങ്കം. ആടിയും പാടിയും ചാടിയും ഓടി വാടി ഇടുമുഖരമക്കി വാടി വിയർത്ത മുഖാംബുജത്തോടനെ നീ അന്തിൽ തേടി വന്ന നേരം ആരോമൽ പൈതലെ ഞാൻ എത്ര നിന്നെ നിൻ കവിൾ ഞാൻ എത്ര എൻ കണ്ണിലുണ്ണി ഞാൻ എത്ര വെച്ചു. ഞാൻ എത്ര വെച്ചു. ആരോമൽ പൈതലെ ഞാൻ എത്ര ഉണർന്നു നിന്നു. ഓമനെ നീയുറങ്ങൻ മിഴി വണ്ടിന തുമലർ തെങ്കുഴമ്പന്റെ തങ്കം. ആടിയും പാടിയും ചാടിയും വീടുമുഖരമാക്കി. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഏഞ്ചലേ അടുത്ത ദിവസം പാടാട്ടോ. ടൈം കഴിഞ്ഞു. ഓക്കെ, ഇനി 1 മിനിറ്റേ ഉള്ളൂ. വേഗം പാടാൻ പറ്റുമെങ്കിൽ പാടിക്കോ. എല്ലാവരോടും ബയ്യേ. മോള് പാടിക്കോ പ്ലീസ്. അൺമ്യൂട്ട് ചെയ്ത് പാടിക്കോ. സെൽഫ് കട്ടാവേ. തേടി നീന്തിയിൽ വന്നിടും എനിക്ക് തങ്കത്തിൽ പിഞ്ചും കൈയുണ്ണി ഞാൻ എത്തിച്ചു. അരുമൽ പൈതലെ നിന്നെ എന്നോടാണ് പൊടുന്നു. തങ്കം. ഓക്കെ, അപ്പൊ എല്ലാവരോടും ബൈ. See you. Bye. Okay.